ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. മെഴുതിരി നാളം തെളിയുമ്പോൾ നീ എന്നാത്മാവിൽ പ്രകാശമായി. ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി. കാൽവരിക്കുന്നെൻ മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എൻ്റെ സ്നേഹമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. എൻ്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും എന്നുമെന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോടു ചേരട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരും. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ആരിടത്തിൽ.
മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, മധ്യവയസ്കനായ ഒരു മനുഷ്യൻ കയ്യിൽ ഒരു പൊതിയുമേന്തി യാത്രയാവുകയാണ്. പെട്ടെന്ന് കുറേ കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന വിലയേറിയ സാധനങ്ങളും നിധിയുമൊക്കെ കൈക്കലാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്നു. ആ പൊതി പിടിച്ചു വാങ്ങി അവർ തിരികെ ഓടാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ നിധിയോ വിലപ്പെട്ട വസ്തുക്കളോ പണമോ ആഭരണങ്ങളോ രത്നങ്ങളോ ഒന്നുമല്ല, മറിച്ച് ജീവനു വേണ്ടി തുടിക്കുന്ന വിറങ്ങലിക്കുന്ന ഒരു ചോരക്കുഞ്ഞാണ്. പെട്ടെന്ന് തന്നെ ഈ കവർച്ചക്കാർ ഇദ്ദേഹത്തിന് ഈ കുഞ്ഞിനെ തിരികെ നൽകുകയും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ മധ്യവയസ്കൻ മറ്റാരുമല്ല, വിശുദ്ധ വിൻസെൻ്റ് ഡി പോളാണ്. സെപ്റ്റംബർ 27 വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ ശിശുക്കളുമായി ബന്ധപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി. 16-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൻ്റെ ധാർമ്മിക അധപ്പതനത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അനാഥ ശിശുക്കൾ. ഏകദേശം 400 മുതൽ 500 കുഞ്ഞുങ്ങൾ വരെ പാരീസിന് പരിസരങ്ങളിലായി തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അച്ഛനമ്മമാരുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇവരുടെ ദുർഗതിയെ എല്ലാവരും കണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എടുക്കുന്നതും സംരക്ഷിക്കുന്നതും ദൈവഹിതത്തിന് വിപരീതമാണെന്ന് പോലുമുള്ള ചിന്തകൾ അവിടെ പ്രബലമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഇപ്രകാരം കുഞ്ഞുങ്ങളെ എടുത്ത് സംരക്ഷിക്കുന്ന ലാ കുഷ് എന്ന ഭവനം സന്ദർശിക്കാനിടയാകുന്നത്. ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കൊണ്ടുവരുന്നവർ പല്ലിറുമിക്കൊണ്ടായിരുന്നത്രേ കൊണ്ടുവന്നിരുന്നത്. ഈ ആലയത്തിൽ മതിയായ പോഷണം കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. ശരിയായി അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള ആളുകളില്ലായിരുന്നു. ക്രിസ്തീയമായ രീതിയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം പോലും ലഭിക്കുമായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ വിൻസെൻ്റ് ഡി പോളിൻ്റെ ശ്രദ്ധ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരാവശ്യത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളെ വളരെ ചെറിയ വിലയ്ക്ക് ഇവർ ഭിക്ഷാടനത്തിനായി കൊടുത്തിരുന്നു. ഭിക്ഷാടനത്തിനായി ഇവരെ വാങ്ങുന്ന വ്യക്തികൾ ഇവരുടെ കൈകളും കാലുകളും ഛേദിച്ച് ഭിക്ഷയ്ക്കായി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ പൈശാചികമായ പല ഉപാസനകൾക്കും അതുപോലെ തന്നെ നരബലിക്കും ഉപയോഗിച്ചിരുന്നു. ഈ ആലയത്തിൽ കഴിഞ്ഞിരുന്ന പല കുട്ടികളെയും ദത്തെടുക്കാൻ ആൾക്കാർ വരാറില്ലായിരുന്നു. 4 വർഷത്തിനിടയിൽ 3-4 കുഞ്ഞുങ്ങളെയായിരുന്നു ഇവിടെ നിന്ന് മറ്റുള്ളവർ ദത്തെടുത്ത് കൊണ്ടുപോയിരുന്നത്. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ ഈ നരകയാതനയിൽ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്ന് അവിടുത്തെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളുടെ 50 വർഷത്തെ കണക്കെടുത്തപ്പോൾ ഒരു കുട്ടി പോലും ജീവിച്ചിരുന്നില്ല എന്നുള്ളതിൽ നിന്ന് ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ദുരവസ്ഥ മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത്. എന്നാൽ ഫ്രാൻസിൻ്റെ പ്രത്യേകമായ സാമൂഹിക സാഹചര്യം, സാമ്പത്തിക സാഹചര്യം, ഈ അവസരത്തിൽ ശക്തമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു. സാമ്പത്തികമായ വലിയ പരിമിതികൾ ഉള്ള സമയമാണ്. അവശ്യ സാധനങ്ങൾക്ക് ഭീകരമായ വിലയാണ്. അതുപോലെ തന്നെ സാധനങ്ങൾ ഒട്ടും കിട്ടാനുമില്ല. മാത്രമല്ല, കുഞ്ഞുങ്ങളെ സഹായിക്കുന്നവർക്കൊക്കെ വളരെ സാമ്പത്തിക പരിമിതികളുണ്ട്. ഈ അവസ്ഥ കണ്ടുകൊണ്ട് ലൂയിസ ഡി മരിയാക്കിന് അദ്ദേഹം ഒരു എഴുത്തെഴുതുകയാണ്. അങ്ങനെ ലൂയിസ ഡി മരിയാക്ക് എന്ന പ്രഭുയുടെയും പരസ്നേഹ വനിതകളുടെയും സഹായത്താൽ 12 കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തീരുമാനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർ ഈ സമയത്ത് സാമ്പത്തിക സഹായം നൽകിയിരുന്നെങ്കിലും 30 years വാർ, ത്രിദശവത്സര സമരം, അതിനെല്ലാം വലിയ തിരിച്ചടിയായിരുന്നു. എങ്കിലും ദൈവപരിപാലനയിൽ ഈ ആലയങ്ങൾ മുമ്പോട്ട് പോയി. അങ്ങനെ 1644 ആയപ്പോഴേക്കും 400 കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ 1200 കുഞ്ഞുങ്ങളെ പോറ്റുന്ന ഒരു സ്ഥാപനമായി ഇത് മാറി. വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ
പ്രതിമ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കരത്തോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറംകുപ്പായത്തെ ചുരുളുകൾക്കിടയിലൂടെ കൈകൾ ബലിഷ്ഠമായി കടത്തി അദ്ദേഹത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ഓമൽ പൈതൽ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇദ്ദേഹം ഇപ്രകാരം മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ശുശ്രൂഷയിൽ നിന്ന് പലപ്പോഴും പരസ്നേഹ വനിതകൾ പിന്നോട്ട് പോകാനുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, നിങ്ങളാണ് ഇവരുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ. നിങ്ങൾ അവരെ ഉപേക്ഷിച്ചാൽ തീർച്ചയായും ഇവർ മരണത്തിനിരയാകും. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളോട് കാണിച്ച സ്നേഹം ഇത് വലിയൊരു പരസ്നേഹ പ്രവൃത്തിയായിട്ട് നാം കരുതുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിനെ ലോകത്തിലുള്ള എല്ലാ പരസ്നേഹ പ്രവൃത്തികളുടെയും മധ്യസ്ഥനായി തിരുസഭ ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിതം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്രകാരം ശിശുക്കളെ സംരക്ഷിക്കുന്ന മറ്റ് പരസ്നേഹ പ്രവൃത്തികൾ ഏർപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ 27-ാം തീയതി വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ചൈതന്യം സ്വീകരിച്ച് തിരുനാൾ ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വിൻസെൻഷ്യൻ വൈദികർക്കും ഈ ചൈതന്യം സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ സംഘടനയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പാവങ്ങളെ സ്നേഹിക്കുന്ന പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാ നന്മ പ്രവൃത്തികളെയും ഫലമണിയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.